ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എല്ലാം ഓക്കെ ആണോ? ഓഡിയോ അതുപോലെ തന്നെ വിഷ്വൽസ് എല്ലാം ഓക്കെ ആണോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ലൈവ് ഡിസ്കഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസറുകളും കാര്യങ്ങളും പറയാം. അതല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റ് ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ക്ലാസിന്റെ അവസാനത്തിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ക്ലാസിന്റെ അവസാനത്തിൽ നമുക്ക് Q&A സെഷനിൽ നമുക്ക് എന്താക്കാം, ആ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കേട്ടറ്റ് ടു സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലൈവ് ഡിസ്കഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ലൈവ് ഡിസ്കഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളുണ്ട്, ജിയോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ്, ഇതെല്ലാം നമുക്ക് വരും. അപ്പൊ അതിൽ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നിയർലി ഒരു 10-75 ചോദ്യങ്ങൾ വരുന്നതിൽ നമുക്ക് ഹിസ്റ്ററിന്ന് ഒരു നിയർലി ഒരു 10-12ഓളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ കാറ്റഗറി 2-ല് എങ്ങനെയാണ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ഏരിയ ആണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവ് ഡിസ്കഷനിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എക്സാം 2024 കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും എക്സാമിന്റെ സ്ട്രാറ്റജി കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവ് ഡിസ്കഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ പുതിയൊരു ലൈവ് സെഷനിലോട്ട് സ്വാഗതം. സോ ഞാൻ പറഞ്ഞു, ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൽ, കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മറ്റ് സബ്ജക്റ്റുകളെ പോലെ തന്നെ ജിയോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ പോലെ. അപ്പൊ നമുക്ക് ഹിസ്റ്ററി എന്ന് വരാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, മൊത്തം ചോദ്യം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഹിസ്റ്ററി പോർഷൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു 12 to 14 വരെ ചോദ്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു എക്സാമിന് നമുക്ക് ഹിസ്റ്ററി നിന്നും ബേസ് ചെയ്തുകൊണ്ട് ഒരു 12 to 14, 12 മാക്സിമം ചോദ്യങ്ങൾ. 14 വരേക്കും ചില സാഹചര്യങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. പക്ഷെ 12 ഉള്ളിലാണ് നമുക്ക് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളെ ഈ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് 5 കാറ്റഗറിയിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ, കേട്ടറ്റിന് ചോദ്യങ്ങൾ 5 ഭാഗത്തു നിന്നാണ്, 5 പാർട്ടുകളിൽ നിന്നാണ് കേട്ടറ്റിന് ചോദ്യങ്ങൾ വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മൂന്ന് ഭാഗങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ 3 ഭാഗങ്ങൾ. പിന്നെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് കേരള ഹിസ്റ്ററിയാണ്. പിന്നെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഇങ്ങനെ 5 ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ. നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ കേട്ടറ്റിന് നമുക്ക് വരുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ശരിക്കൊരു നമ്മളുടെ ഇതുവരെ 2021 മുതൽക്ക് 24 വരേക്കുള്ള നമ്മളുടെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങൾ, അതിന്റെ ഒരു അനാലിസിസ് ആട്ടോ നമ്മൾ ചെയ്യുന്നത്. 2021 മുതൽക്ക് 24 വരേക്കുള്ള ഇതിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആൻഷ്യന്റ് ഇന്ത്യ നോക്കാം. അപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്ക് ഈ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ 2021 മുതൽ 24 വരേക്കുള്ള ഇത്രയും വർഷത്തിന്റെ ഇടയിൽ നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10 to 12ഓളം ചോദ്യങ്ങൾ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ, ഇത്രയും വർഷത്തിന്റെ ഇടയിൽ നമുക്ക് 10 to 12ഓളം ചോദ്യങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്.
മൊത്തം ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തത്തിൽ 3 വിഭാഗമുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല ആൻഷ്യന്റ് ഇന്ത്യയാണ്. ആൻഷ്യന്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കേട്ടോ. ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഹിസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ ഉള്ള നമ്മളെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലൊക്കെ വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാരപ്പ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ വേദകാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വേദകാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഋഗ്വേദയെ കുറിച്ച് ചോദിച്ചിട്ട് ആദ്യത്തെ വേദ ഏതാണെന്നൊക്കെ ചോദ്യം, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വേദകാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ വേദിക് പീരീഡ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ മൗര്യൻ എംപയറും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏരിയാസ് എന്ന് പറയുന്നത് വേദിക് കാലഘട്ടം, മൗര്യൻ കാലഘട്ടമൊക്കെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിനെ നിങ്ങൾക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള കുറെ ചോദ്യങ്ങൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങളിപ്പോ ഗൈഡ് ബുക്കോ സാധനങ്ങളോ ഒന്നും വായിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ബൈഹാർട്ട് ചെയ്യേണ്ടത്, നന്നായിട്ട് റീഡ് ചെയ്ത് പോകേണ്ടത് നമ്മളെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മളെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഞാൻ റെക്കോർഡഡ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ ബോക്സിലിട്ട് വരുന്ന സാധനങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് കാണിച്ചു തരാം, എക്സാമ്പിളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ റാദർ ദാൻ ഒരു 10-200 രൂപ കൊടുത്തൊരു ഗൈഡ് ബുക്ക് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കലാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഓൺലൈൻ ആയിട്ട് PDF അവൈലബിൾ ആണ്. അപ്പൊ അത് നോക്കുക, റെഫർ ചെയ്യുക. ഓക്കെ, പഴയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ പുതിയത് മാറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ് മാറി, കൊല്ലം 10ാം ക്ലാസ് മാറി. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പഴയ ടെക്സ്റ്റ് ബുക്കുകളും നമുക്ക് ഓൺലൈനായിട്ട് PDF അവൈലബിൾ ആണ്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിന്നുള്ള നോട്ടുകൾ ഉണ്ടാക്കുക. ഓക്കെ, വലിയ വലിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ കൂടുതലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോ ഗ്രേറ്റ് ബാത്ത്, ഇപ്പൊ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അതിന് നിങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ മൊത്തത്തിൽ അങ്ങനെ ഫുള്ളായിട്ട് പഠിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ചെറിയ ചെറിയ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പോ മോഹൻജദാരോ ഏത് നാട്ടിലാണ്, ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണ്. ഹാരപ്പ ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഡീറ്റെയിൽസിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ വെറുതെ കുറെ എസ്സെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. വലിയ ഹാരപ്പയുടെ സൊസൈറ്റി എക്കണോമി അങ്ങനെ വലിയ എസ്സെ പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, മോഹൻജദാരോ എവിടെയാണ്, അതുപോലെ തന്നെ സിഗരത്ത് ഏത് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് മൗര്യൻ എംപയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗര്യൻ എംപയറിനെ കുറിച്ചിട്ട് നമ്മൾ 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മഗധ ടു താനേശ്വർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇതിനൊക്കെ അശോകനെ കുറിച്ചിട്ടും അശോകന്റെ സ്തംഭങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അശോകനെ ബേസ് ചെയ്തുകൊണ്ട്, ചന്ദ്രഗുപ്തനെ ബേസ് ചെയ്തുകൊണ്ട്, കൗടില്യന്റെ ബുക്ക് അർത്ഥശാസ്ത്രം ബേസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ അർത്ഥശാസ്ത്രത്തെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അതൊക്കെ ബോക്സിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് അർത്ഥശാസ്ത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, റെഫർ ചെയ്ത് പോവുക. അതിൽ ആ സപ്താംഗ തിയറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവരേക്കും 2021 മുതൽക്ക് 24 വരേക്കുള്ള എക്സാമിൽ നമുക്ക് ഈ സപ്താംഗ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പൊ സപ്താംഗ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ PYQs ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കോളം ഞാൻ ഗ്യാരണ്ടി പറയാം. 3 മാർക്കോളം ഹിസ്റ്ററിയിൽ, ഇപ്പൊ ഈ 12 ചോദ്യത്തിൽ ഒരു 3 ചോദ്യം അല്ലെങ്കിൽ 4 ചോദ്യത്തോളം
നമുക്ക് റിപ്പീറ്റ് വരും. അത് നിങ്ങൾ 2021 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. റിപ്പീറ്റ് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇപ്പോ ആര്യ സമാജ് ഇതേപോലെ റിപ്പീറ്റ് ആയി വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ആ പാതുവ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യം റിപ്പീറ്റ് ആയത് വരുന്നുണ്ട്. നമ്മളെ ഡൽഹൌസി ബ്രിട്ടീഷ് ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ഡൽഹൌസി റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയാസ് ആണ്. ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ PYQs നന്നായിട്ട് ചെയ്യുക. PYQs നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ഷുവർ എന്തായാലും 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. മുൻ വർഷങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പം PYQs ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പുതിയ ഭാഗങ്ങൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നോക്കുക. അങ്ങനെ വരാത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ നമ്മളെ ക്ലാസ്സിൽ കുറച്ച് അങ്ങനെ വരാൻ സാധ്യതയുള്ള നമുക്ക് ഇതുവരെ ചോദ്യങ്ങൾ ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാനത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ തന്നെ ഒന്ന് സെറ്റ് ആക്കേണ്ടത്. അതായത് ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വന്നത് ഏത് വരാത്തത് ഏത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. PYQs ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു ടെക്നീക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഗുപ്ത പീരീഡിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. കാളിദാസനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ തന്നെയാണ് ഈ സംഗമേജിനെ കുറിച്ച് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 10 പാട്ട് ആ സംഘകാല കൃതികൾ ബേസ് ചെയ്തിട്ട്, അല്ലാതെ വേറെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. സംഘകാല കൃതികൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻഷ്യന്റിന്റെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല മൗര്യൻ എംപയർ ആണ്, മൗര്യ കാലഘട്ടം. കാരണം മൗര്യ കാലഘട്ടം ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് കാണാം 2021-ന്റെയും 2024-ന്റെ ഇടയിൽ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൗര്യൻ എംപയറിനെ കുറിച്ച് പഠിക്കുക. അതായത് കൗടില്യ, അർത്ഥശാസ്ത്ര, ചന്ദ്രഗുപ്ത മൗര്യ, പിന്നെ അശോകൻ, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് ഏകദേശം ഒരു ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരു 8 to 10 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതില് ഈ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വിജയനഗര എംപയർ ആണ്. വിജയനഗര എംപയർ പഴയ 9ാം ക്ലാസ്സിൽ വിജയനഗര എംപയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയതിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയതിൽ പറഞ്ഞത്, പഴയ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ 7ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പുതിയ 7ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വിജയനഗരനെ കുറിച്ചിട്ടും കുറെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ അതിലുണ്ട്. അപ്പൊ പുതിയ 7ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യാം. വിജയനഗരയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം തന്നെ റിപ്പീറ്റഡ്ലി 2 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി കൃഷ്ണദേവരായയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. മിഡീവൽ ഇന്ത്യയിൽ വിജയനഗരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് PYQs ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ചോളന്മാരെ കുറിച്ച് പുതിയ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ ചോളന്മാരെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ചോളന്മാരെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ചോളന്മാരെ കുറിച്ചിട്ട് അവരുടെ ടെമ്പിൾ ബേസ് ചെയ്തിട്ടാണ് 2 വട്ടം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് ബൃഹദേശ്വര ടെമ്പിൾ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്, പിന്നെ ഈ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനത്തെ 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ചോള സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം വന്നേക്കാം. ഓക്കെ, വിജയാലയ ചോളനാണ് അതിന്റെ ഫൗണ്ടർ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ ചോള സാമ്രാജ്യം സ്ഥാപിതമായ പ്രദേശം എന്ന് പറയുന്നത് കാവേരി നദിയുടെ തീരാണ്. അപ്പൊ അതും നമുക്ക് ചോദ്യമായിട്ട് വന്നിട്ടില്ല, വരാൻ സാധ്യതയുണ്ട്. കാവേരി നദിയുടെ തീരത്താണത് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ചോദ്യങ്ങൾ വരും, പുതിയ ചോദ്യങ്ങൾ വരുന്ന കൂട്ടത്തിൽ മേ ബി വരാൻ സാധ്യതയുണ്ട്. കാരണം ചോളന്മാരുമായിട്ട് വന്ന 2 ചോദ്യങ്ങൾ ബൃഹദേശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബൃഹദേശ്വര ക്ഷേത്രം ഏത് ചോള രാജാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? രാജരാജ ചോളനാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. മേ ബി ആ ഒരു രീതിയിലും ചോദ്യങ്ങൾ വരാം. കാരണം ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ വലിയൊരു ഫോട്ടോ, ഇമേജ്, അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ചോദ്യം മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹം ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതും 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ പഴയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അഞ്ചുവണ്ണത്തെ കുറിച്ചിട്ട്. നമ്മളെ പഴയ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ മറ്റേ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്.
അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഈ അഞ്ചുവണ്ണവുമായിട്ട് ബന്ധപ്പെട്ട്. അഞ്ചുവണ്ണം എന്ന് പറയുന്നത് കച്ചവടക്കാരുടെ ഒരു അസോസിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോ മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് കൂടുതൽ വന്നിട്ടുള്ള ഒരു ഏരിയ വിജയനഗരമാണ്. ഓക്കെ, ഇനി നമുക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു ഏരിയ മുഗൾ എംപയറാണ്. കാരണം 2021 മുതൽ 2024 വരേക്കുള്ള PYQs മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ചോദ്യം റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് ഈ അക്ബർനാമ എഴുതിയത് ആരാണെന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ആ ഒരു ചോദ്യം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി നടക്കുന്ന എക്സാമുകൾക്ക് മുഗൾ എംപയറിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. നല്ല ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുവരേക്കും അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ നമ്മളെ 7ാം ക്ലാസ്സിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ മുഗൾ എംപയറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, പിന്നെ വിജയനഗരനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുഗൾ എംപയർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മുഗൾ എംപയറിന്റെ A to Z കാര്യങ്ങൾ, അവരുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. മുഗൾ എംപയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പുതിയ ഏരിയാസ് നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ മുഗൾ എംപയർ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ ഡൽഹി സൽത്തനത്തുമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചോളന്മാരും വിജയനഗരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഏരിയ കൂടെയാണ് മുഗള്. അപ്പൊ മുഗൾ ഹിസ്റ്ററി ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മുഗൾ എംപയർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വെടിപ്പായിട്ട് പറയുന്നുണ്ട് മുഗൾ എംപയറിനെ കുറിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതിൽ കുറെ ബോക്സിലൊക്കെ ഇട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. അതില് ഈ ജഹാംഗീറിന്റെ ഓട്ടോബയോഗ്രഫിനെ കുറിച്ച് പറയുന്നുണ്ട്, തുസ്കി ജഹാംഗീറിനെ കുറിച്ച് പറയുന്നുണ്ട്, ബാബറിന്റെ ബാബർനാമയെ കുറിച്ച് പറയുന്നുണ്ട്, ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ബാബർ ആധിപത്യം സ്ഥാപിച്ചതൊക്കെ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ പുതിയ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോ 3 ചോദ്യങ്ങൾ റിപ്പീറ്റഡ്, 3-4 ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയി കഴിഞ്ഞ് ബാക്കിയുള്ള ചോദ്യങ്ങൾ അത്രയും 8 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 7 ചോദ്യങ്ങളോളം നമുക്ക് എന്താണ് പുതിയ ചോദ്യങ്ങൾ വരും. അപ്പൊ പുതിയ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പുതിയ ചോദ്യങ്ങൾ വരുന്ന മേഖലകളിൽ ഒന്ന് മുഗളാണ്. മുഗള് ശ്രദ്ധിക്കണം. ഓക്കെ, മുഗള് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗുപ്ത സാമ്രാജ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ മുഗളും പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, മേ ബി ഇനി ചിലപ്പോൾ വിജയനഗരയിൽ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നില്ല എന്ന് വരാം. അപ്പോ ശ്രദ്ധിക്കുക, പുതിയ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതിന്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ മുഗളാണ്. അപ്പൊ മുഗള് നന്നായിട്ട് പഠിക്കുക. പിന്നെ മോഡേൺ ഇന്ത്യ എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ. ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യ ആണ്. അപ്പോ നമുക്ക് ഇത്രയും വർഷത്തെ PYQs നമ്മൾ നോക്കുമ്പോൾ മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് 12ന്റെയും 14ന്റെയും ഇടയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ഒരു ഏരിയ മോഡേൺ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർക്കണം. കാരണം മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ 10ാം ക്ലാസ്സിന്റെ പുതിയ സോഷ്യൽ സയൻസിൽ 2 ചാപ്റ്റർ തനിയാ പറയുന്നുണ്ട്. ഫ്രീഡം സ്ട്രഗിളിന് ശേഷമുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ചാപ്റ്റർ തനിയാ നമ്മളെ ഈ മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ ഭാഗങ്ങളാണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നിട്ടുണ്ട്, പുതിയ ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് പുതിയ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് 1 അതിന്റെ പാർട്ട് 2 നോക്കുക. പാർട്ട് 1 പുതിയ സോഷ്യൽ സയൻസ് പാർട്ട് 1 വേൾഡ് ഹിസ്റ്ററിയാ പറയുന്നത്. റെനേസൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്, വാസ്കോ ഡ ഗാമ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. വേൾഡ് ഹിസ്റ്ററിയാ, ഫ്രഞ്ച് റവല്യൂഷൻ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോ സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 നോക്കുക. അത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതിന്റെ എന്റെ ഓർമ്മ ശരിയാണ് ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ്. ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് നമ്മളെ ഗാന്ധിനെ കുറിച്ച്, ഫ്രീഡം സ്ട്രഗിൾ, അങ്ങനത്തെ കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് നമ്മൾ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സസിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സസ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഗാന്ധിനെ കുറിച്ച്, ഭഗത് സിംഗിനെ കുറിച്ച്, INA നെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. കർഷക സമരങ്ങളെ കുറിച്ച് ഇതൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഭഗത് സിംഗിനെ കുറിച്ചിട്ടും INN കുറിച്ചിട്ടും ഈ റോയൽ ഇന്ത്യൻ നേവി ആക്രമണം RIN മ്യൂട്ടിനിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോ മോഡേൺ ഇന്ത്യയിൽ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നമ്മളെ റിവോൾട്ട് ഓഫ് 1857. അപ്പൊ അത് പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. പഴയ ടെക്സ്റ്റ് ബുക്കിൽ റിവോൾട്ട് ഓഫ് 1857 കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ ലീഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എസ്പെഷ്യലി നമ്മളെ രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദ, ഇവർ രണ്ടുപേരും നമുക്ക് റിപ്പീറ്റഡ്ലി ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോ അവരെ കുറിച്ചിട്ടൊന്ന് നോക്കുക. അപ്പൊ നമ്മളെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, അവരുടെ സംഘടനകളെ കുറിച്ചിട്ട്, അവരുടെ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിസ്റ്റുകൾ നോക്കുക. ഞാൻ ഇപ്പൊ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പോ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്, കേസരി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആരാ എഴുതിയെന്നുള്ള ചോദ്യമുണ്ട്. അത് കൃത്യമായിട്ട് ഒരു ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ ഒരുപാട് ന്യൂസ് പേപ്പറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെ. ഹരിജനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലമീൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മളെ ഇദ്ദേഹത്തിൻ്റെതാണ്, അബുൽ കലാം ആസാദിന്റെ ആണ്. കേസരി തിലകിന്റെ ആണ്. അങ്ങനെ ഈ ഹിന്ദുവിനെ കുറിച്ച് പറയുന്നത്, സുബ്രഹ്മണ്യ അയ്യർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹിന്ദുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകൾ സ്റ്റാർട്ട് ചെയ്ത പേഴ്സണാലിറ്റീസിന്റെ ഒരു ലിസ്റ്റ് നമ്മളെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അത് ബൈഹാർട്ട് പഠിക്കാൻ ശ്രമിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ റിഫോമേഴ്സിന്റെ ഒരു വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജ്യോതിറാവ് ഫൂലെനെ കുറിച്ച്, അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയിനെ കുറിച്ച്, വിവേകാനന്ദനെ കുറിച്ച്, ആനി ബസന്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഈ ദത്താവകാശ നിരോധനം നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഒട്ടുമിക്ക എക്സെപ്റ്റ് 2024, 2021, 22, 23 റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വൈസ്രോയി ഡെല്ലൌസിയാണ്, മറക്കരുത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ നയങ്ങളിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആളുകൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സും സബ്സിഡറി അലയൻസും സൈനിക സഹായ വ്യവസ്ഥ. അപ്പോ ദത്താവകാശ നിരോധന നിയമം ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി, സൈനിക സഹായ നിയമം സൈനിക സഹായ സബ്സിഡറി അലയൻസ്, സൈനിക സഹായ സഖ്യം എന്താണ് അതിന്റെ മലയാളം തർജ്ജമ, കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ അത് ലോർഡ് വെല്ലസ്ലി ആണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സസിൽ തന്നെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പിന്നെ ചൗരി ചൗര, പിന്നെ അതുപോലെ തന്നെ 2024 ദർശന സത്യാഗ്രഹവുമായിട്ട് ധരാസന സത്യാഗ്രഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മളെ പുതിയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ധരാസന സത്യാഗ്രഹത്തെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോ ഒരു ബോക്സിൽ ഇട്ടിട്ട് നമ്മളെ പുതിയ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ പറയുന്നുണ്ട്, പാർട്ട് 1, അതായത് സോഷ്യൽ സയൻസ് 1 അതിന്റെ പാർട്ട് 2 പറയുന്നുണ്ട് ധരാസന സത്യാഗ്രഹ. അപ്പൊ ആ ചോദ്യം നമുക്ക് 2024 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ബോക്സിലിട്ട കാര്യങ്ങൾ നോക്കുക. അതിൽ നിന്നൊക്കെ കുറെ ചോദ്യങ്ങൾ. അപ്പൊ ഈ ദർശന അങ്ങനെ വന്നിട്ടുള്ള ഒരു ചോദ്യം, ചൗരി ചൗര അങ്ങനെ വന്നിട്ടുള്ള ഒരു ചോദ്യം, ചൗരി ചൗരനെ കുറിച്ചിട്ടും ഇതേപോലെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോ അതൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബ്രിട്ടീഷ് പോളിസികൾ, എസ്പെഷ്യലി സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. അപ്പൊ ആ പോളിസികൾ കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മള് ഇതേപോലത്തെ ഇങ്ങനെ കമ്മീഷനുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോ ഹണ്ടർ കമ്മീഷൻ, ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹണ്ടർ കമ്മീഷൻ
എന്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഹണ്ടർ കമ്മീഷൻ ജോലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ജോലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോ അതിൽ ഷൂട്ട് ഔട്ടിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന മൈക്കൽ ഒ ഡയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനുണ്ട്. അതുപോലെ തന്നെ വെടിവെച്ചിട്ടുണ്ടായിരുന്ന റെജിനാൾ ഡയർ എന്ന് പറയുന്ന ആളുണ്ട്. അപ്പൊ ഈ രണ്ടുപേര് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് നിയമിച്ചിട്ടുണ്ടായിരുന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, അപ്പോ ഹണ്ടർ കമ്മീഷൻ ശ്രദ്ധിക്കുക. അപ്പൊ ഹണ്ടർ കമ്മീഷനെ കുറിച്ചിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. ഹണ്ടർ കമ്മീഷൻ ജോലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു, അവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് ഗാന്ധിന്റെ ന്യൂസ് പേപ്പറാണ്. ഓക്കെ, ഗാന്ധിന്റെ ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ, പഴയ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഗാന്ധിന്റെ ന്യൂസ് പേപ്പറാണ് ഹിന്ദു സ്വരാജ്. ഓക്കെ, മറക്കരുത്. സോറി, ന്യൂസ് പേപ്പർ അല്ല, ഗാന്ധിന്റെ ബുക്കാണ്, മറക്കരുത്. സോറി, മാറിപ്പോയതാണ്. ഗാന്ധിന്റെ ബുക്കാണ് ഹിന്ദു സ്വരാജ്. ഓക്കെ, ഹരിജൻ ആണ് ഗാന്ധിന്റെ ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂ ഇന്ത്യ, അത് ഗാന്ധിയുടെ, അത് രണ്ടുമാണ് ഗാന്ധിയുടെ ന്യൂസ് പേപ്പർ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഹിന്ദു സ്വരാജ് അദ്ദേഹത്തിന്റെ ബുക്കാണ്. ഓക്കെ, അപ്പോ ഗാന്ധി ഹിന്ദു സ്വരാജ് രചിച്ചിട്ടുണ്ടായിരുന്ന 1909 അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കാൻ മറക്കരുത്. അപ്പൊ ഇതില് ഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധി നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കേണ്ടത്. അടുത്ത ഒരു ഏരിയയാണ് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വേൾഡ് ഹിസ്റ്ററിക്ക് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മളെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് നോക്കിയാൽ മതി. 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ട റെനേസൻസ്, വാസ്കോ ഡ ഗാമ, ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസിനെ കുറിച്ച്, റെഫോർമേഷനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഹ്യൂമാനിസം, മാനവികത എന്ന് പറയുന്ന 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് 1 പാർട്ട് 1 ഫസ്റ്റത്തെ ചാപ്റ്റർ. അപ്പൊ അത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് റെനേസൻസ്. റെനസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഡാവിഞ്ചിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഗുട്ടൻബർഗിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കാം. വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ റെനേസൻസ് ആണ്. വേറെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല വേൾഡ് ഹിസ്റ്ററിന്ന്. റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ വാസ്കോ ഡ ഗാമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ഇതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കാവുന്നത് 2 നമ്മളെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനും. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് തവണ. മെസപ്പൊട്ടാമിയൻ എല്ലാ എക്സാമുകൾക്കും ഇതേപോലെ വന്നിട്ടുള്ള, റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ള ഒരു മേഖല മെസപ്പൊട്ടാമിയാണ്. മെസപ്പൊട്ടാമിയയിലെ സിഗറത്തിനെ കുറിച്ച്, ക്യൂനിഫോമിനെ കുറിച്ച്, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ നദികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇത് 3 ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സിഗറത്ത് എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടാമിയക്കാരുടെ ക്ഷേത്ര, ക്യൂനിഫോം എന്ന് പറഞ്ഞാൽ അവരുടെ ലിപിയാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതൊക്കെ നമ്മളെ പഴയ ഈ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ പറയുന്നുണ്ട് റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പുതിയ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന് ഇതേപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ, ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബേസ് ചെയ്ത് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമുണ്ട്. 1453 അവരത് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം. വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമ്മളെ
ഒമ്പതാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ എവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇംഗ്ലണ്ടിൽ 18ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫിൽ 1750കളിലാണ് ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഈ മെഷീൻസ്, ഇപ്പോ നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ സ്റ്റീം എഞ്ചിൻ പോലെ, അതുപോലെ ഫ്ലൈയിങ് ഷട്ടിൽ പോലത്തെ കാര്യങ്ങൾ എന്നൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയാണ് വേൾഡ് ഹിസ്റ്ററി. പിന്നെ നമ്മളെ കേരള ഹിസ്റ്ററിയിൽ ഇതേപോലെ കൊളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വേണാട് സ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ വേണാട് സ്വരൂപങ്ങളൊക്കെ നമ്മൾ പഴയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പഴയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കേരള ഫ്രം 8th to 18th സെഞ്ചുറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്വരൂപങ്ങളെ കുറിച്ച്, ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്വരൂപങ്ങളുടെ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുതേ. കാരണം നമുക്കൊരു ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഈ വേണാട് സ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ട ഇത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ വേണാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ, വേണാട് സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപമാണ്. പിന്നെ കോലത്ത് നാട്, പിന്നെ പെരുമ്പടപ്പ് എന്ന് പറഞ്ഞ കൊച്ചിയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ, അത് എവിടൊക്കെയാണ് ലൊക്കേഷൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ സ്വരൂപങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ലിസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ സോഷ്യൽ റിഫോം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ ആത്മീയ വിദ്യാസംഘം രൂപീകരിച്ചത് ആരാണെന്നുള്ള ഒരു ചോദ്യം, ശ്രീനാരായണ ഗുരു, ഇതൊക്കെ നമ്മൾ ജനറലി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രധാനമായിട്ടും കുറെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു ഒറ്റയടിക്ക്. ഡോക്ടർ ഓഫ് ലാബ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. വിജയനഗര എംപയർ, അതിന്റെ ഫൗണ്ടേഴ്സ് ആരാണ്, അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണെന്നുള്ള ചോദ്യങ്ങൾ 3 തവണ, വിജയനഗരയുമായിട്ട് ബന്ധപ്പെട്ട് 3 തവണ ചോദ്യങ്ങൾ വന്നിട്ട്, മൗര്യൻ എംപയർ അതേപോലെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ളതാണ്. പിന്നെ റിഫോം മൂവ്മെന്റ്, നമ്മളെ വിവേകാനന്ദ, അതുപോലെ തന്നെ ഇദ്ദേഹം ബ്രഹ്മസമാജ്, രാജാറാം മോഹൻ റോയ്, ഇത് രണ്ടും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇനി നിങ്ങൾ മറ്റുള്ള സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചൊന്ന് പഠിക്കാം. ജ്യോതിറാവ് ഫൂലെ, ആത്മറാം പണ്ടൂറങ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കുറിച്ച്, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെയുള്ള സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കേരളത്തിലെ റിഫോം മൂവ്മെന്റുകളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ റെനേസൻസ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെസൊപ്പൊട്ടാമിയ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഏരിയാസ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അതായത് 2024 വരേക്കുള്ള PYQs അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മേഖലകൾ, ഒന്ന് മോഡേൺ ഇന്ത്യ, പിന്നെ മൗര്യൻ എംപയർ, ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാര്, എസ്പെഷ്യലി ഡൽഹൌസി, പിന്നെ വിജയനഗര സാമ്രാജ്യം, അതിന്റെ സ്ഥാപകരാരാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ, റിഫോം മൂവ്മെന്റുകൾ, ഇന്ന മൂവ്മെന്റ് ആരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള അത്തരത്തിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ആ റിഫോം മൂവ്മെന്റ് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. ആ ഓരോ മൂവ്മെന്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ ആരാണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡസ് വാലിക്ക് ഒരു അത്ര പ്രാധാന്യം കൊടുക്കണ്ട, ഇൻഡസ് വാലി നോക്കണം. പിന്നെ ഈ നമ്മളെ പഴശ്ശിരാജ, വേലുത്തമ്പി, ഇങ്ങനത്തെ വിഷയങ്ങളൊന്ന് നോക്കുക. പിന്നെ ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ നോക്കുക, റെനേസൻസ് നോക്കുക. അതൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി ആണ്. പിന്നെ തേർഡ് പ്രയോറിറ്റി ആയിട്ട് വരുന്നതാണ് ഈജിപ്ത്. പക്ഷെ മെസൊപ്പൊട്ടാമിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ക്ഷേത്രങ്ങളുടെ ലൊക്കേഷനുകൾ അടിക്കടിയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ബൃഹദേശ്വര ക്ഷേത്രം, അത് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2 ചോദ്യങ്ങൾ ഈ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ വന്നു പോയിട്ടുണ്ട്. ഈ ഒരു 4 വർഷത്തിന്റെ ഇടയിൽ 2 ചോദ്യങ്ങൾ നമുക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ രണ്ട് ചോദ്യങ്ങൾ ഇതേപോലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്.
നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഗുപ്തന്മാരെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഈ ഈ മഗധ ടു താനേശ്വർ എന്ന് പറയുന്ന അതേ ചാപ്റ്റർ. അപ്പൊ അതിൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ക്ഷേത്രങ്ങളുടെ ലൊക്കേഷനുകൾ ഇപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്ഷേത്രങ്ങളുടെ ലൊക്കേഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി നന്നായിട്ട് ഇനി നിങ്ങൾ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ഇന്ത്യൻ ഹിസ്റ്ററി നന്നായിട്ട് നോക്കുക, ഇയറുകൾ നോക്കുക. ഓക്കെ, ഇപ്പോ 1498 ഗാമ എത്തിയത്, പിന്നെ 1841 നമ്മളെ കുളച്ചിൽ യുദ്ധം, 57 സിപ്പോയിലാള, 1453 തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത്, 1922 ചൗരി ചൗര. അപ്പൊ ഇങ്ങനത്തെ ഡേറ്റുകളല്ല, ഇയറുകൾ. ഡേറ്റുകൾ നമുക്ക് അങ്ങനെ ചോദ്യമായിട്ട് വന്നിട്ടില്ല. ഇയറുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന സംഭവം എപ്പോ നടന്നു, ചൗരി ചൗര എപ്പോ നടന്നു, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ എപ്പോ പിടിച്ചെടുത്തു, അത്തരത്തിലുള്ള അങ്ങനത്തെ ഇയറുകൾ ബേസ് ചെയ്ത്, ഡേറ്റ് വേണ്ട. ഓക്കെ, ഇയർ നോക്കുക. ഓക്കെ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്, ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്, അങ്ങനത്തെ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ബുക്കുകൾ എഴുതിയതിനെ കുറിച്ച് ആരാണ് ഈ ബുക്ക്, അപ്പൊ അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്, ഇതേപോലെ ഹിന്ദു സ്വരാജ് എഴുതിയത് ആരാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ബുക്കുകളൊക്കെ എഴുതിയത് ആരാണ്. പിന്നെ ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട്, ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ബ്രഹ്മസമാജ് ആരാണ്, ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ആരാണെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എന്താക്കുക, നന്നായിട്ട് PYQs പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കഴിയുന്ന അത്ര PYQs പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോ നമുക്ക് ഓൺലൈനായിട്ട് PYQസിന്റെ ബുക്കുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ അതിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്താണ്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യുക. ഓക്കെ, പുതിയ ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 3 to 4 ചോദ്യങ്ങളൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ PYQ എന്ന് വരുള്ളൂ പഴയ ചോദ്യങ്ങളായിട്ട്. ബാക്കി 8ഓളം അല്ലെങ്കിൽ 8-7 ചോദ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും വരിക പുതിയ ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. ഇത്തരത്തിൽ ബോക്സിലിട്ടതും പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇതിനി നമുക്ക് 2024 നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. നമ്മളെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ചോദ്യമാണ്, ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് വരിക. ആത്മവിദ്യാ സംഘം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ വരില്ല, അത് സ്ഥാപിച്ചത് ആരാണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, സ്ഥാപിച്ചത് ആര്, എപ്പോ സ്ഥാപിച്ചു, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഒന്ന് നോക്കുക നിങ്ങൾ. അപ്പോ ആത്മീയ വിദ്യാസംഘം ആരാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? വൈകുണ്ഠസ്വാമികൾ, ഭാഗവടാനന്ദൻ, പിന്നെ സഹോദരൻ അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട്. യെസ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. ഓപ്ഷൻ അതുല്യ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. ഓപ്ഷൻ B ആണ്. ഓക്കെ, ഭാഗവഠാനന്ദയാണ് ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ നടപ്പിലാക്കിയത് എപ്പോ എന്നാണ് അടുത്ത ചോദ്യം. വളരെ ഇത് ഇതേപോലെ റിപ്പീറ്റഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. റെയിൽവേ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് 1883, അതുപോലെ തന്നെ 57, പിന്നെ 1885, 1856. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, 1883 ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താ, ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നു. വേണാടുമായിട്ട് ബന്ധപ്പെട്ട സ്വരൂപം ഏതാണ്? പെരുമ്പടപ്പ്, നെടിയിരുപ്പ്, തൃപ്പാപ്പൂര്, കോലസ്വരൂപം. ഏതാണ്? പറയൂ, ഏതാണ്? യെസ്, ഓപ്ഷൻ C, തൃപ്പാപ്പൂർ സ്വരൂപാണ് കേട്ടോ.
തൃപ്പാപ്പൂർ സ്വരൂപാണ് വേണാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പെരുമ്പടപ്പ് കൊച്ചി, നെടിയിരുപ്പ് സാമൂതിരി, ഓക്കെ. കോലസ്വരൂപം നോർത്ത് കേരള, ഓക്കെ. യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. ധാരസന ഉപ്പു സത്യാഗ്രഹം നമ്മളെ പുതിയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യം. അപ്പോ ധാരസന ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണെന്നാണ് ചോദ്യം. ഗുജറാത്ത്, തമിഴ്നാട്, ബംഗാള്, കർണാടക. യെസ്, എവിടെയാണ് പറയൂ. യെസ്, അതില് പറഞ്ഞിട്ടുള്ള കറക്റ്റ് ആണ്, ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത് ആണ് ധാരസന ഉപ്പ് സത്യാഗ്രഹം. ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ധാരസന ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതാണ്, ഓക്കെ. അപ്പോ അത് നടന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 1930 മെയ് മാസം 21 2000-ലധികം പേരടങ്ങുന്ന ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധാരസന ഉപ്പു നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അവിടെ എത്തിയതോടെ പോലീസ് പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നത് വരെ മർദ്ദിച്ചു. പരിക്കേറ്റ വരെ സഹായിക്കാൻ എടുത്തുകൊണ്ടുപോകുമ്പോഴും പുതിയ സംഘം മുന്നോട്ട് വന്നു. പോലീസ് അവരെയും ചെല്ലിച്ചയച്ചു. ഓക്കെ, അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അതേ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46°C എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320, മരിച്ചവർ 2 ആയിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകൻ, സമരത്തിന് ദൃക്സാക്ഷിയായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി. വെബ് മില്ലർ, അപ്പൊ ഓർത്തിരിക്കാം. വെബ് മില്ലർ എന്ന് പറയുന്ന ആള് ഈ ധാരസന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരാളാണ്. 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവുയുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധാരസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ധാരസനയിലെ ഉപ്പു സത്യാഗ്രഹം 1930. അപ്പോ ധാരസേനയിലെ ഉപ്പു സത്യാഗ്രഹം ഗാന്ധിയുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് വെബ് മില്ലർ എന്ന് പറയുന്ന അമേരിക്കൻ പത്രാധിപനാണ്. ഓക്കെ, സോറി, അമേരിക്കൻ പത്രപ്രവർത്തകനാണ് വെബ് മില്ലർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പോ ഈ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സിവിൽ നിയമലംഘന സമയത്ത്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ സമയത്ത് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിലാണ്, ഇമാം സാഹിബും സരോജിനി നായിഡുവിന്റെയും കൂടെ നേതൃത്വത്തിലാണ് അവിടെ ആ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗാന്ധിയാണ് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് സരോജിനി നായിഡും ഇമാം സാഹിബും ആണ്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക, മറക്കരുത്. ഓക്കെ, ഇങ്ങനത്തെ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇനി നമുക്ക് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക. ധാരസനയിലെ കലാപത്തിന് ധാരസനയിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ ഗാന്ധി എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് വേഗം ഗാന്ധിന്റെ പേര് എഴുതിക്കാളും. ഗാന്ധി അല്ല, ശ്രദ്ധിക്കുക, സരോജിനി നായിഡു ആണ് ധാരസന ഉപ്പു സത്യാഗ്രഹത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇത് ഇനി ഇതേപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചിരാല പൊരാല എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇത് ചിരാല പൊരാല എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധി, ശ്രദ്ധിക്കുക, ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് 30-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 21-ലാണ് ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2021-ല്. അപ്പൊ ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമരമാണ് ചിരാല പൊരാല. ആന്ധ്രാപ്രദേശിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ. ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു ചെറിയ പ്രദേശമാണ് ചിരാല പൊരാല എന്ന് പറയുന്നത്. അപ്പോ ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കൂടുതൽ അങ്ങനെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് അതിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരെയാണ് അവിടെ സമരങ്ങൾ ശക്തമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ദുഗ്ഗിരാല എന്ന് പറയുന്ന ഒരാളാണ്, ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. ദുഗ്ഗിരാല ആന്ധ്രയിൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് സമരം നടത്തിയിട്ടുണ്ടായിരുന്ന ആളാണ് ദുഗ്ഗിരാല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ദുഗ്ഗിരാല മറക്കരുത്, ആന്ധ്രക്കാരനാണ് ദുഗ്ഗിരാല. ഓക്കെ, അപ്പൊ ദുഗ്ഗിരാലയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തി. അവര് നികുതി കൊടുത്തില്ല.
ഓക്കെ. അപ്പോ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. അപ്പൊ ചിരാല പൊരാല നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 921 നമ്മളെ ദുഗ്ഗിരാല നടത്തി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി മേ ബി ഇതേപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള മീറ്റിംഗ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള മീറ്റിംഗ് നടന്നിട്ട് ഇന്നത്തേക്കൊരു അല്ല ഈ വർഷം 2020 കഴിഞ്ഞ വർഷത്തേക്കൊരു നൂറ്റാണ്ട് തികയാണ്. 1925 മാർച്ച് മാസം 12-ലാണ് ഗാന്ധിയും ഗുരു മേഖലയിൽ വെച്ചിട്ട് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, മറക്കരുത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ മേ ബി നമുക്ക് ചോദ്യങ്ങൾ വന്നേക്കാം. എന്നാണ് ഗുരുവും ഗാന്ധിയും മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വന്നേക്കാം. 1925-ലാണ് മാർച്ച് മാസം 12-ലാണ്. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ മറ്റൊന്നാണ് ഒരു സമരമാണ് ബർഡോളി സത്യാഗ്രഹം. അപ്പൊ ആ സത്യാഗ്രഹം ജസ്റ്റ് ഓർത്തിരിക്കുക. ബർഡോളി സത്യാഗ്രഹം 1928-ലാണ് നടക്കുന്നത്. ബർഡോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന വല്ലഭായി പട്ടേലാണ്. അത് ഓർത്തിരിക്കുക. ബർദോലി സത്യാഗ്രഹം വല്ലഭായി പട്ടേല്, പിന്നെ സർദാർ വല്ലഭായി പട്ടേല്, വിത്തലാഭായി പട്ടേല്, അബ്ബാസ് ത്യാബ്ജി, ഈ 3 ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന ആളുകൾ. ബർഡോലി എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു പ്രദേശം. അപ്പൊ ബർഡോലി സത്യാഗ്രഹം 1928-ലാണ്. നമ്മളെ സിവിൽ നിയമലംഘനത്തിന് മുന്നേ 1928-ലെ ബർഡോലി സത്യാഗ്രഹം. ജസ്റ്റ് ആക്കം നിങ്ങൾ ഓർത്തിരിക്കട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. ബർഡോലി സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിൽ നടന്നു, എപ്പോ നടന്നു എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. അപ്പോ ശ്രദ്ധിക്കുക. ബർഡോലി സത്യാഗ്രഹം 1928, വല്ലഭായ് പട്ടേൽ. ഓക്കെ, മറക്കരുത്. പിന്നെ അടുത്ത ചോദ്യം, കാളിദാസൻ ജീവിച്ചിരുന്നത് ആരുടെ ഭരണകാലത്ത് എന്നാണ് ചോദ്യം. ആരുടെ ഭരണകാലത്താണ് കാളിദാസൻ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ പറയൂ. യെസ്, ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ സമയത്താണ് കാളിദാസൻ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ പെട്ട ആളാണ് കാളിദാസൻ. പിന്നെ ക്യൂണിഫോം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? ക്യൂണിഫോം എന്ന പദം സൂചിപ്പിക്കുന്നത്, യെസ്, അതില് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. ആപ്പിന്റെ ആകൃതി എന്നാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ക്യൂണിഫോം. ഓക്കെ, മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, നമ്മളെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ ഇതേപോലെ മറ്റൊരു ചോദ്യം, ഋഗ്വേദ കാലത്ത് ആര്യന്മാരുടെ അസംബ്ലി ഏത് പേരിൽ അറിയപ്പെട്ടു? ബലി, സംഘം, ബാഗ, വിദാത. ഇവരുടെ ആര്യന്മാരുടെ അസംബ്ലി ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? അവരുടെ അസംബ്ലി ഏത് പേരിലാണ്? യെസ്, ഓപ്ഷൻ ഡി, വിദാത ആണ്. ഓക്കെ, സഭ, സമിതി, വിദാത, ഇത് 3 അസംബ്ലികൾ കേട്ടോ. ഏതൊക്കെയാണ്? സഭ, സമിതി, വിദാത. ഇതാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ 3 അസംബ്ലികൾ. സഭ, സമിതി, വിദാത. ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബലി, ബാഗ എന്നൊക്കെ പറയുന്നത് ടാക്സ് ആട്ടോ. ടാക്സ്, നികുതിയാണ് ബലി, ബാഗ എന്നൊക്കെ പറയുന്നത്. വിദാത, സഭ, സമിതി, ഇതാണ് അസംബ്ലി. ഇത് 3 അസംബ്ലികൾ ഋഗ്വേദ കാലഘട്ടത്തിൽ മാത്രം നിലനിന്നിട്ടുണ്ടായിരുന്ന അസംബ്ലികളാണ്. പിന്നീട് ലേറ്റർ വേദിക് പീരീഡിന്റെ സമയത്ത് ഈ അസംബ്ലികൾ ക്ഷയിച്ചു ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഓർത്തിരിക്കുക, ശ്രദ്ധിക്കുക, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഭാഗത്തു നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ഇവിടുത്തെ സഭനെ കുറിച്ച് പറയുന്നുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രൈബൽ അസംബ്ലി. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക. ഡാരിയസ് എന്ന് പറഞ്ഞാൽ ആരാ? ഡാരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പേർഷ്യൻ ഭരണാധികാരിയാണ് ഡാരിയസ്. അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ മെസഡോണിയൻ രാജാവാണ് അലക്സാണ്ടർ. ഓക്കെ, പിന്നെ മഗധ എന്ന് പറയുന്നത് മഹാജനപദാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ്. ഓക്കെ, അലക്സാണ്ടറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഡാരിയസ് പേർഷ്യയിലെ ഭരണാധികാരിയാണ്. അലക്സാണ്ടർ മെസഡോണിയൻ രാജാവാണ്. പിന്നെ സഭ എന്ന് പറയുന്ന ട്രൈബൽ അസംബ്ലിയാണ്. മഗധ എന്ന് പറയുന്നത് മഹാജനപദാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ബാഗ ഞാൻ പറഞ്ഞു ടാക്സ് ആണെന്ന് പറഞ്ഞു. ബലി ഞാൻ പറഞ്ഞു ടാക്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉദാഗ ബാഗ എന്ന് പറയുന്നതും ടാക്സ് ആണ്. സുൽക്ക എന്ന് പറയുന്നതും ടാക്സ് ആണ്. അപ്പോ ഈ ആ ടാക്സുകൾ എന്തൊക്കെയൊക്കെ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. ബാഗ, ബലി, ഉദബാഗ, ശുൽക്ക. ഓക്കെ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാൻ, നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് വരും.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. ഓക്കെ, അപ്പോ ഇതേപോലെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കാമാഖ്യ ക്ഷേത്രം. കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. നമ്മളെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ആണെന്നാണ് തോന്നുന്നത്. ഗുപ്ത കാലഘട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് ടെമ്പിളുകളുടെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ കാമാഖ്യ ക്ഷേത്രം എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആസാം, ത്രിപുര. എവിടെയാണ്? ആസാമാണ്. കാമാഖ്യ ആസാമാണ് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 9ാമത്തെ ചോദ്യം, ഇത് ഇതേപോലെ പുതിയ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് എന്നുള്ള ചോദ്യം. സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 ഇതേപോലെ ഫ്രഞ്ചുകാരെ കുറിച്ചും ഇംഗ്ലീഷുകാരെ കുറിച്ചും അവരുടെ കോളനികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം, ഇന്ത്യയിലെ ഫ്രഞ്ച് ആസ്ഥാനം കണ്ടെത്താം. അതിൽ ആ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? ഞാൻ പറ, എവിടെയാണ് ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം? യെസ്, പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാരാണ്? ജോൺ കെ, റിച്ചാർഡ് ആർക്റൈറ്റ്, സാമുവൽ ക്രോംപ്റ്റൺ, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. പറഞ്ഞ ആരാണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ജോൺ കെ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലോട്ട് തലസ്ഥാനം മാറ്റിയ രാജാവ്? നിങ്ങൾക്കറിയാം, കണ്ണടച്ച് ഉത്തരം എഴുതാവുന്ന സംഭവമാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അത് തലസ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നത് 1327 കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, മറക്കരുതേ. പിന്നെ ഇത് റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒരു 3 തവണ അല്ലെങ്കിൽ ഒരു 4 തവണ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും. പാദുവ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി. എവിടെയാണ് പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? പാദുവ, യെസ്, ഇറ്റലിയാണ് കേട്ടോ. ഇതും ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യം. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ നിങ്ങൾക്കറിയാം. ആരാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ? വിവേകാനന്ദയാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. വിവേകാനന്ദന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് സിസ്റ്റർ നിവേദിത. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ മെഹ്റോലി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെഹ്റോലി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പറഞ്ഞോ, ഞാൻ പറ. മെഹ്റോലി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. വെരി ഗുഡ്, ഡൽഹിയിലാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, കേസരി എന്ന ന്യൂസ് പേപ്പർ ആരംഭിച്ചത്? ഞാൻ പറഞ്ഞു തന്നു. ആരാണ് കേസരി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? കേസരി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? ഞാൻ പറ, ആരാണ്? കേസരി ഞാൻ പറ. ആ ന്യൂസ് പേപ്പറുകളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു വെക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഴയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആ ന്യൂസ് പേപ്പറുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോ തിലകാണ്, ബാലഗംഗാധര തിലകാണ്. കേസരി മറാഠ അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ആട്ടോ. കേസരി ആൻഡ് മറാഠ രണ്ടും അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറാണ്. കേസരി ആൻഡ് മറാഠ അത് അദ്ദേഹത്തിന്റെ ആണ്, ബാലഗംഗാധര തിലകിന്റെ ആട്ടോ. പിന്നെ സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് ആരാണ്? പറയൂ, സബ്സിഡറി അലയൻസ് ആരാണ്? ലോർഡ് വെല്ലസ്ലി കേട്ടോ. വെല്ലസ്ലി പ്രഭു ആണ്, ശ്രദ്ധിക്കുക. വെല്ലസ്ലി ആണ്. 1798 വെല്ലസ്ലി ഈ സൈനിക സഹായ ഉടമ്പടി സൈൻ ചെയ്യുന്ന. അങ്ങനെയാണ് തിരുവിതാംകൂറും മൈസൂരും ഹൈദരാബാദൊക്കെ ബ്രിട്ടീഷരുടെ കയ്യിലോട്ട് പോകുന്നത്. ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, മറക്കരുത്, ശ്രദ്ധിക്കുക. വെല്ലസ്ലി. പിന്നെ അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശിവാജി അല്ല, അശോകനും അല്ല, രാജേന്ദ്ര ചോളനും അല്ല. കൃഷ്ണദേവരായരാണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി. അദ്ദേഹം അല്ല അത് സ്ഥാപിച്ചത്, പക്ഷെ പ്രധാനപ്പെട്ട ഭരണാധികാരി അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ ഇവരെ ആ ഡൈനാസ്റ്റിയിലെ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളും അവരുടെ ഡൈനാസ്റ്റികളും കുടുംബവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഗമ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഹരിഹരനും ബുക്കനും. സ്വലുവ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ് നരസിംഹ സലുവ. തുളുവ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ് കൃഷ്ണദേവരായും വീരനരസിംഹയും. അരവീഡു ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ് തിരുമല വെങ്കിട. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇവരൊക്കെ നമ്മളെ ഇതുമായിട്ട് വിജയനഗര സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പൊ വിജയനഗര സാമ്രാജ്യം പാടെ തകരുന്നത് 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ട വഴിയാണ്.
ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ഓക്കെ, ശ്രദ്ധിക്കുക. 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ട, തളിക്കോട്ട യുദ്ധം നടക്കുന്നു. അതോടുകൂടിയിട്ടാണ് വിജയനഗര സാമ്രാജ്യം ഇല്ലാണ്ടയാകുന്നത്. ഓക്കെ, അപ്പോ ആ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി. അതിന് ഹംപി എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാദേവിയിൽ നിന്ന്, ശിവന്റെ ഒരു കൺസോർട്ടായിരുന്നു പമ്പാദേവി. അപ്പൊ അവരുടെ പേരിൽ നിന്നാണ് ഇതിന് ഹംപി എന്ന് പറയുന്ന ഒരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു ഹംപി. ഓക്കെ, അപ്പോ ഈ നഗരവും ഇങ്ങനെ ഇവിടെ ഒരു സാമ്രാജ്യം ഉണ്ട്, അതിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കേണൽ മെക്കൻസി ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കാം. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോർച്ചുഗീസുകാരനാണ് ബർബോസ. നമ്മളെ കൃഷ്ണദേവരായയുടെ സമയത്ത് വിജയനഗര സാമ്രാജ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ബർബോസ. അപ്പോ അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഐക്യത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ അവര് വിജയനഗര സാമ്രാജ്യം അവരുടെ സാമ്രാജ്യത്തെ മണ്ഡലങ്ങളായിട്ട്, നാടുകളായിട്ട്, സ്ഥലങ്ങളായിട്ട്, ഗ്രാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് ഈ നായക അല്ലെങ്കിൽ അമരനായക എന്ന് പറയുന്ന സംവിധാനം. ഈ ഇക്ത അല്ലെങ്കിൽ മാൻസബ്ദാരി സിസ്റ്റം പോലത്തെ ഒരു പരിപാടിയാണ് ഈ നായക അല്ലെങ്കിൽ അമരനായക എന്ന് പറയുന്നത്. ഓക്കെ, ഗവർണർമാർക്ക് എന്ത് ചെയ്യും? ഗവർണർമാർക്ക് സ്ഥലം വിട്ടുകൊടുക്കും, അവരോട് എന്നിട്ട് ആ പ്രദേശങ്ങളിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് പറയും. അതിനെയാണ് നമ്മൾ നായക അമരനായക സിസ്റ്റം എന്ന് പറയാം. ഇപ്പൊ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടാ. അതേപോലത്തെ ഒരു മുഗൾ ഡിവിഷനാണ് ഇത്. ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ജസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. വിജയനഗര സാമ്രാജ്യം മണ്ഡലവും സ്ഥലവുമായിട്ട് ഡിവൈഡ് ചെയ്ത പോലെ മുഗൾ സാമ്രാജ്യം സുബകളായിട്ടും സർക്കാരുകളായിട്ടും പർഗനകളായിട്ടും ഗ്രാമങ്ങളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സുബ, സർക്കാർ, പർഗന, ഗ്രാമ, ഇതാണ് ഓർഡർ. പർഗന എന്ന് പറഞ്ഞ താലൂക്ക്, സർക്കാർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്, സുബ എന്ന് പറഞ്ഞാൽ മേ ബി സ്റ്റേറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ ക്ഷേത്രങ്ങളുടെ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. ഹസാരരാമ ടെമ്പിള് ഇവിടെ ഹംപിയിലാണ് ഹസാരരാമ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വിത്തല ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് ഹംപിയിലാണ്. വിരുപക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഹംപിയിലാണ്. ലോട്ടസ് മാൽ സ്ഥിതി ചെയ്യുന്ന ഹംപിയിലാണ്. ഇതൊക്കെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വിജയനഗര രാജാക്കന്മാരാണ്. അപ്പൊ അതും നിങ്ങൾ ഓർത്തിരിക്കുക. ഹസാരരാമ, വിത്തല, വിരുപക്ഷ, ലോട്ടസ് ഇതൊക്കെ ഇവരുടെ കോൺട്രിബ്യൂഷനുകളാണ് കേട്ടോ. ശ്രദ്ധിക്കുക, വിജയനഗര സാമ്രാജ്യം. പിന്നെ ഈ ചോദ്യം നിങ്ങൾക്കറിയാം, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നദി ഏതാണ്? നൈലാണ്. ഓക്കെ, പിന്നെ ഖജുറാഹോ ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്ഷേത്രങ്ങളുടെ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ്. ഖജുറാഹോ ക്ഷേത്രം എവിടെയാ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഖജുറാഹോ സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശിലാട്ടോ. മധ്യപ്രദേശിൽ ശ്രദ്ധിക്കണേ, മധ്യപ്രദേശിലാണ് ഖജുറാഹോ. ശ്രദ്ധിക്കാം. ആദ്യത്തെ വേദം ഏതാണ്? ആദ്യത്തെ വേദം വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദാണ് ആദ്യത്തെ വേദം. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഋഗ്വേദാണ് ഫസ്റ്റത്തെ വേദം. അതിനുശേഷമാണ് യജുർവേദം, സാമവേദം, അഥർവേദമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ വേദങ്ങൾ വേദികാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. ഗവിഷ്ടി എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങൾ, അതാണ് ഗവിഷ്ടി എന്ന് പറയാം. സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ പോഷക നദികൾ, ജലം, രവി, ചനബുദ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുർക്കികളെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അഷ്ടാംഗ ഹൃദയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അഷ്ടാംഗ ഹൃദയ ആയുർവേദയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കാം. പിന്നെ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, അവരുടെ ബുക്കുകൾ, കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാളിദാസ, ശൂദ്രക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, മറക്കരുത്. അതേപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗീതാ ഗോവിന്ദ ജയദേവനൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പത്മാവത് എഴുതിയിട്ടുള്ളത് മാലിക് മുഹമ്മദ് ജയ്സിയാണ്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, മറക്കരുത്. ഇബ്നു ബത്തൂത്തന്റെ സ്വദേശം മൊറോക്കോയാണ്. ആഫ്രിക്കക്കാരനാണ് ഇബ്നു ബത്തൂത്ത. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് പിന്നെ നിങ്ങൾക്കറിയാം നമ്മളെ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബിംബിസാര, അജാതശത്രു, അരിയങ്ക ഡൈനാസ്റ്റി, ശിശുങ്ക, കാലശോകൻ, ശുങ്ക ഡൈനാസ്റ്റി, പിന്നെ മഹാപത്മനന്ദൻ, നന്ദ ഡൈനാസ്റ്റി, അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇത് കൗടില്യൻ അർത്ഥശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഏകദേശം സമയമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം.
ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കട്ടോ. അല്ല, പഴയ SCERT മാത്രമല്ല, പഴയത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കുക, പുതിയത് നോക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ ഞാനതപ്പോ മറ്റേ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് ദർശന സത്യാഗ്രഹത്തിന്റെ എക്സാമ്പിൾ, അതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതാണ്. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.